ഗുഡ് മോർണിംഗ് ദേവിക. ഹസ്ബൻഡ് പോയോ? ഇല്ല, ഇന്ന് ഞായറല്ലേ. ഓ,
അപ്പൊ ഇതാണ് നിങ്ങളുടെ ഒളിസങ്കേതം. ഹലോ ഡോക്ടർ. ഹലോ ഡോക്ടർ. വെരി വെരി ഗുഡ് മോർണിംഗ്. ഇതുവഴി പോകേണ്ട ഒരു കേസ് ഉണ്ടായിരുന്നു. എന്നാലൊന്ന് വീട്ടിൽ കയറി നിങ്ങളെ കൂടി നോക്കിയിട്ട് പോവാന്ന് കരുതി. അപ്പോ അവിടെ ആരുമില്ല. അങ്ങനെ പരതി ഇവിടെ എത്തി. അല്ല, എങ്ങനെയുണ്ട് തൊണ്ടയുടെ അസുഖം? അത് ശരിയായി. ഏതായാലും വന്ന സ്ഥിതിക്ക് ഒന്ന് പരിശോധിച്ചോളെ. ആന്റിബയോട്ടിക്കിന്റെ കോഴ്സ് കഴിഞ്ഞപ്പോഴേ കാണണം എന്ന് വിചാരിച്ചതാ. ഇപ്പോഴാ സമയം കിട്ടിയത്. ഒന്ന് എഴുന്നേറ്റേ. അത് ശരിക്കും മാറി. ഇനി നോക്കിയിട്ടില്ലാത്ത കുഴപ്പമുണ്ടാക്കണ്ട. നിങ്ങളിന്ന് കുളിച്ചില്ലേ? മുടിയൊക്കെ ഒരുമാതിരി. അതെയോ? കുളിച്ചിരുന്നു, മുടി ചെയ്യാൻ മറന്നു. എന്താണിത്? മൊത്തം റേഡിയോ സാധനങ്ങളാണല്ലോ. അത് വെറുതെ ഇങ്ങനെ. അതല്ല, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എന്തോ പരിപാടിയാണ്. സീക്രട്ട് ആണെങ്കിൽ പറയണ്ട. ഇറ്റ്സ് ജസ്റ്റ് an idea. എന്ത് ഐഡിയ? It has to do with sound, that's all. I like sound. So it seems. ശരി, ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ഏതായാലും തൊണ്ടയുടെ അസുഖം മാറിയല്ലോ, എനിക്കത് മതി. പോകുന്ന വഴിക്ക് ഒരു പേഷ്യന്റിനെ കാണാനുണ്ട്. ഇപ്പൊ ഞാൻ പോകുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ശരിക്കും എന്താണിത്? ശബ്ദത്തിൻ്റെ ശബ്ദം കൊണ്ട് എന്ത്? ഇതെന്താണെന്നറിയാതെ അങ്ങോട്ട് പോകാനും തോന്നുന്നില്ല. All right. ഞാൻ പറയാം. ഇതിൻ്റെ തിയറി വളരെ സിമ്പിളാണ്. മനുഷ്യന്റെ ചെവിക്ക് എല്ലാം കേൾക്കാൻ കഴിയില്ല. യുനോ, വളരെ വളരെ ലോ പിച്ചിലും വളരെ ഹൈ പിച്ചിലും
സൗണ്ടുകളുണ്ട്. ഈ നമുക്ക് ചെവിക്ക് കേൾക്കാൻ കഴിയാത്തത് സെക്കൻഡിൽ 15,000 വൈബ്രേഷൻസ്. അതൊരു സുമാർ കണക്കാണ്. 15,000 വൈബ്രേഷന് മേലുള്ള യാതൊരു നോട്ടും നമുക്ക് കേൾക്കാൻ കഴിയില്ല. ചിലത് പട്ടിക്ക് കേൾക്കാൻ കഴിയും. പട്ടിയുടെ ചെവി നമ്മുടേതിനേക്കാൾ നല്ലതാണ്, കൂടിയതാണ്. ഇത് കണ്ടോ, പട്ടിക്ക് മാത്രം കേൾക്കാൻ കഴിയുന്ന ഹൈ പിച്ചുള്ള വിസിൽ. ഇതിപ്പോ മാർക്കറ്റിൽ കിട്ടാനുണ്ട്. ഓഹോ, Come here, I will show you. ഇവൻ എപ്പോഴും ഇവിടെ തന്നെ ചുറ്റിപ്പറ്റി കാണും. Is it because of your whistle? യെസ്, ഞാൻ ഒന്നുകൂടെ വിളിക്കാം. സീ ദ റിയാക്ഷൻ. യെസ്, അവനത് കേട്ടു. പക്ഷെ നിങ്ങൾക്കിത് കേൾക്കാൻ കഴിയില്ല. അപ്പൊ ദാസന് കേൾക്കാൻ കഴിയോ? ഈ വിസിലിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്, കാണുന്നത് ആദ്യ. എങ്കിൽ ഈ വിസിലിനും മേലെ എത്രയോ 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 നോട്ടുകളുണ്ട്. അറ്റമില്ലാത്തത്ര. ഇതിലെഴുതിയത് മാത്രമല്ല, അതിനും മേലെ വളരെ വളരെ ഹൈ ആയ, സെക്കൻഡിൽ ലക്ഷക്കണക്കിന് വൈബ്രേഷൻസ് ഉള്ള, അല്ലെങ്കിൽ കോടിക്കണക്കിന്, അല്ലെങ്കിൽ അതിനും മേലെ അക്കങ്ങൾ കൊണ്ട് എത്ര എഴുതാമോ അത്ര. വിച്ച് ഈസ് ഇൻഫിനിറ്റി, ഇൻഫിനിറ്റി, എറ്റേണിറ്റി ബിയോണ്ട് ദ സ്റ്റാർസ്. അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് കേൾക്കാൻ കഴിയാത്ത ആ ഹൈ പിച്ചിൽ ഒരു എക്സൈറ്റിംഗ് മ്യൂസിക്, പറയാനാവാത്ത തരം ഒരു സംഗീതം തന്നെ ഉണ്ടാക്കാൻ എന്തുകൊണ്ട് കഴിയില്ല? നമ്മുടെ ചെവി അതിനുവേണ്ടി ട്യൂൺ ചെയ്ത് വെച്ചാൽ മാത്രം കേൾക്കാൻ കഴിയുന്ന ഒരു അതിശക്തമായ ഒരു 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 എന്തോ ഒന്ന്. But it's not very probable. Why not? Why not? ഈ ഈച്ചയെ നോക്കൂ. ഏത് തരത്തിലുള്ള ഒച്ചയായിരിക്കും അതിപ്പോ ഉണ്ടാക്കുന്നുണ്ടാവുക? നമുക്ക് കേൾക്കാൻ പാകത്തിലൊന്നുമില്ല. പക്ഷേ നമ്മൾ അറിയണം, ആ ജീവി വളരെ ഉയർന്നൊരു നോട്ടിൽ ഭ്രാന്തമായി ശീ എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ കുരയ്ക്കുന്നുണ്ട്, അതല്ലെങ്കിൽ മുരളുന്നുണ്ട്, അതുമല്ലെങ്കിൽ ഒരു പാട്ടുപോലും പാടുന്നുണ്ട്. അതിനൊരു വായയുണ്ട് ഇല്ലേ? അതിനൊരു തൊണ്ടയുണ്ട്. എന്താ അതിനില്ലേ? ശബ്ദ മെഷീനിൽ രേഖപ്പെടുത്തിയത് നിങ്ങൾ കണ്ടതാണ്. വൈബ്രേഷൻസ് പോലും അളക്കാൻ കഴിയുന്നുണ്ട്. പക്ഷെ എനിക്കത് കേൾക്കണം. എന്റെ ചെവി കൊണ്ടത് കേൾക്കണം. അത് എവിടെ നിന്ന് വരുന്നു എന്നറിയണം. ആരുണ്ടാക്കുന്നു, എന്തുണ്ടാക്കുന്നു എന്നറിയണം. Sorry, sir. Sorry, sir. It's me.